ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് 14-ാം വാർഡിൽ 1 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ബാക്കി വന്ന സിമന്റ് കട്ടകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്നിട്ടത് അഴിമതിയുടെ ഭാഗമെന്ന കോൺഗ്രസ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചു. എന്നാൽ പൊട്ടാത്ത സിമന്റ് കട്ടകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ തിരിച്ചെത്തിക്കാൻ കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി എസ് സജി മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 14 ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 1 ലക്ഷം രൂപ വിനിയോഗിച്ച ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മിച്ചം വന്ന സിമന്റ് കട്ടകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്നിട്ടത് അഴിമതിയുടെ ഭാഗമെന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്തിൽ സകല മേഖലകളിലും അഴിമതിയാണ് നടക്കുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അണികൾക്കും അനുഭാവികൾക്കും കഴിഞ്ഞ് മിച്ചം വരുന്നത് പൊതുജനങ്ങൾക്ക് മതി എന്ന നിലപാടാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി, VN കൃഷ്ണൻ, പാലാക്കുഴി മണികണ്ഠൻ, വിനോജ് രാമൻ എന്നിവർ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുകുമാരൻ്റെ അഴിമതികൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയായി കാലാവധി അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിലുള്ള അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇൻ്റർലോക്ക് ടൈൽസ് വിരിച്ച ഇത് എടുത്തു മാറ്റി വീണ്ടും പുതിയ ടൈൽസ് അതേ പ്രദേശത്ത് വിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൈൽസിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസിന് യാതൊരു കേടും ഇല്ലെന്ന് ഇവിടെ കണ്ടാലറിയാം. അത് പൊട്ടിയിട്ടോ കേടുവന്നിട്ടുമില്ല. ചില 1-2 ഭാഗങ്ങളിൽ ചെറുതായി താഴ്ച വന്നത് അവിടെ റിപ്പയർ ചെയ്യുന്നതിന് പകരമായി ആ നല്ല ടൈൽസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും ഫണ്ട് ഉപയോഗിച്ച് അവിടെ ടൈൽസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിമന്റ് കട്ടകൾ റോഡരികിൽ കിടന്ന് നശിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയിട്ടതാണെന്നും ഏതു സമയവും അത് കൊണ്ടുപോകാൻ സന്നദ്ധമാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത്. പലതും കേട്ടാൽ ചിരിവരുന്ന കാര്യങ്ങളാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ മന്തത്ത് പള്ളിയാൽ എന്നയാൾക്ക് PMKSY പ്രകാരം വീട് അനുവദിച്ചിരുന്നു. വീട് അനുവദിച്ചതിന് ശേഷം പ്രസ്തുത വ്യക്തി മരിക്കുകയും വാസയോഗ്യമായ വീട് ഇല്ലാത്തതിന്റെ പേരിൽ ആ വീട് മകന് നൽകുകയും ചെയ്തിരുന്നു. അതിനെ അഴിമതി എന്ന പേരിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. യാതൊരു തെളിവുകളും പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനില്ലാതെ എന്തും ഏതും അഴിമതി എന്ന് തികച്ചും പരിഹാസ്യമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പിന്നുള്ളത് ഒരു രസകരമായ വാർത്തയാണ്. കാരണം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഹൈസ്കൂളിൻ്റെ അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ മന്നത്തുപള്ളിയിൽ എന്ന ഒരാൾക്ക് IAY പദ്ധതി പ്രകാരം PMAY പദ്ധതി പ്രകാരം ഒരു വീട് പാസ്സായി. ആ വീട് പാസ്സായപ്പോൾ ആ വീട് പാസ്സായതിന് ശേഷം ഈ വീട് പാസ്സായ ആൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ആ വീട് കൊടുക്കുകയുണ്ടായി. കാരണം മകൻ്റെ വീട് പൊളിഞ്ഞു പോയപ്പോൾ മകൻ്റെ പേരിൽ നിലവിൽ വീടില്ലാത്തതിൻ്റെ പേരിൽ ആ വീട് അനുവദിക്കുകയും ആ വീട് അവിടെ വേറെ പുതിയതായി കയറ്റുകയും ചെയ്തു. സാധാരണക്കാരെ പാവങ്ങളാണ്. അതുപോലും ഇവർ ഒരു അഴിമതി ഭരണമായിട്ട് കണക്കാക്കി. ഭയങ്കര തമാശയാണ് ഇവരുടെ കാര്യം. കാരണം എല്ലാം അഴിമതിയാണ്. അഴിമതി നടത്തുമ്പോൾ ആ അഴിമതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ജനങ്ങൾക്ക് അതറിയുന്നതിന് വേണ്ടിയിട്ടൊരു ബാധ്യത ജനങ്ങൾക്കുണ്ട്. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും എല്ലാം മനുഷ്യരിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായി അപ്പോൾ ഓരോന്നും പറഞ്ഞിറങ്ങിയാണ് ഇപ്പോൾ അഴിമതി ഭരണമാണ്. എന്ത് അഴിമതിയാണ് നടത്തിയെന്ന് നമ്മൾ ഏത് പരിപാടികളും ഒരു സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം. എന്ത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്, ഏത് രീതിയിലാണ് അഴിമതി, ആ ഒരു കാര്യങ്ങളും കൂടി ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുകൂടി പറയുകയാണ്. AEയുമായി സംസാരിച്ചപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ കേടുവന്നിട്ടുള്ള ഭാഗം മാത്രമാണ് മാറ്റുന്നതെന്നും പൊട്ടാത്ത കട്ടകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സെക്രട്ടറി എസ് സജി മാധ്യമങ്ങളോട് പറഞ്ഞു. SC ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡിലെ SC കോളനിയിലേക്കുള്ള റോഡിലേക്ക് മെമ്പർ വെച്ച ഫണ്ട് ആണ് ഇതെന്നും സെക്രട്ടറി പറഞ്ഞു. പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുമെന്നും സെക്രട്ടറി അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മടായിത്തൊടി കോളനിയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ പണി നടക്കുന്ന റോഡിൽ അപാകതയുണ്ടെന്നും കാര്യമായ അപാകതകളൊന്നും ഇല്ലാതെ തന്നെയാണ് അവിടെ പുതിയ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നതും എന്നുള്ള ഒരു പരാതിയായിട്ടാണ് കോൺഗ്രസ് സംഘടന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുള്ളത്. അപ്പം അത് AEയുമായി സംസാരിച്ചപ്പോൾ അവിടെ ഉടഞ്ഞുപോയ കല്ലുകളാണ് പൊട്ടിയത്, മാറ്റിയിട്ടുണ്ട്.
വാഹനങ്ങൾ പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് വൃത്തിയാക്കിയിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു. ആൾക്കാർ വന്ന ഭാരവാഹികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന കല്ലുകൾ ഇളക്കി മാറ്റിയത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് AI സംസാരിച്ചു. ആ കല്ലുകൾ അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് പിറ്റുകൾ അവിടെ തന്നെ എടുത്ത് അത് ഇതിൻ്റെ സ്റ്റോക്കിൽ ചേർത്ത് പഞ്ചായത്ത് തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു ഉറപ്പാണ് AI തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്നുള്ളത് മനസ്സിലാകുന്നത്.